നമസ്കാരം. 2 ദിവസം മുമ്പ് ചാരിയത്ത് പോയിനി. നല്ല മറ്റൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളിവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ, 12 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 5-6 ആൾക്കാർ അങ്ങനെ പോകും. അപ്പോൾ ചാരിയത്തൊക്കെ പോയപ്പം ബേപ്പൂർ ആ ഭാഗത്തൊക്കെ പോയി നോക്കി. അപ്പോൾ അവിടെയൊക്കെ അൻവറിൻ്റെ ബോർഡുകളാണ്. നിയുക്ത MLAക്ക് സ്വാഗതം, നിയുക്ത MLA PV അൻവറിന് സ്വാഗതം. ഇതാണ് ബോർഡുകൾ. അതൊരു 5-6 കണ്ട് ഞങ്ങൾ പല ഭാഗത്തായിട്ട്. അത് കഴിഞ്ഞാൽ ഒരു ചാനലുകാരൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കേണ്ടത് ചില്ലറ ധൈര്യമല്ലല്ലോ ഇപ്പോൾ നിങ്ങൾ എന്നൊക്കെ നാട്ടുകാരോട് ചോദിച്ചാൽ നാട്ടുകാർ പറഞ്ഞേ അതൊരു ധൈര്യം തന്നെയാണ്. ഞങ്ങൾക്കറിയാം ജയിക്കുന്നുള്ളത്. ജനങ്ങൾ മുഴുവൻ അൻവറിൻ്റെ ഒപ്പമാണ്, UDFൻ്റെ ഒപ്പമാണ്. ജനങ്ങൾക്ക് വെറുത്ത് പോയി പിണറായി ഭരണം. അപ്പം അതിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാനലുകാരൻ പുറത്ത് വിട്ട ആ ഭാഗത്തൊന്ന് കേൾക്കാം. നിയുക്ത MLA PV അൻവറിന് കടലുണ്ടിയിലേക്ക് സ്വാഗതം. മണ്ണൂർ മേഖല UDF കമ്മിറ്റി. ബേപ്പൂർ ജില്ലയിലെ മണ്ണൂരിൽ ഇവിടുത്തെ UDF കമ്മിറ്റി വെച്ചിരിക്കുന്ന ബോർഡാണ്. അതായത് നിയുക്ത MLA ആയി മണ്ണൂരുകാർ PV അൻവറിനെ സ്വീകരിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ജയിക്കുമെന്ന്. എങ്ങനെയുള്ള ബേപ്പൂർ? കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് 28,000-ലേറെ വോട്ടിന് ജയിച്ച ബേപ്പൂരിൽ മാത്രമല്ല 10-45 കൊല്ലമായി ഇടതുപക്ഷം ജയിച്ചുകൊണ്ടേയിരിക്കുന്ന ബേപ്പൂരിൽ PV അൻവർ ജയിക്കുമെന്നാണ് ഇത്തവണ UDF മണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആത്മവിശ്വാസം, പ്രതീക്ഷ. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ കൂടി ചേരുന്നുണ്ട്. ഈ ബേപ്പൂർ മണ്ഡലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇടതുപക്ഷം ജയിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ റിയാസിന്റെ ഭൂരിപക്ഷം 28,747 വോട്ടുകളാണ്. മന്ത്രിയാണ്, ഇവിടെ നന്നായി പ്രവർത്തിച്ചെന്നുള്ളൊരു ഇമേജ് പൊതുവേ ഉണ്ട്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ബോർഡ് വെക്കണമെങ്കിൽ ചില്ലറ ധൈര്യം പോരല്ലോ. അതെ, ഞങ്ങൾ നല്ല ധൈര്യത്തിൽ തന്നെയാണ്. അൻവർ വന്നതിന് ശേഷം ഭയങ്കര മാറ്റം തന്നെയാണ് ബേപ്പൂരിൽ. അത്ര ഉത്സാഹിച്ച് പണിയെടുത്തിട്ടുണ്ട് എല്ലാ മേഖലകളിലും. കോൺഗ്രസ്സുകാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് മാത്രമല്ല, ലീഗ് ഘടകകക്ഷികളെല്ലാവരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജയിക്കും. 25,000 വോട്ടിന് ജയിക്കും. ഞങ്ങൾ രാംനാട്ടിൽ നിന്ന് ഞങ്ങൾ ആഹ്ലാദ പ്രകടനം ആരംഭിക്കും 4-ാം തീയതി 3 മണിക്ക്. എങ്ങാനും തോറ്റുപോയാൽ വല്ലാത്ത നാണക്കേടായി പോലെ. അതെ, അതൊക്കെ ശരിയാ, നാണക്കേട് തന്നെയാണ്. എന്നാലും ശരി, ഞങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിൽക്കണേ. നമുക്ക് എന്തായാലും വേണ്ടിയില്ല, അവരെ ആൾക്കാർ തന്നെ ചെറിയൊരു ഭരണം നമുക്ക് മാറിക്കിട്ടണം എന്നുള്ള ഉദ്ദേശം കൂടെ അവർക്ക് തന്നെ ഉണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ നമ്മൾ ഏകദേശം എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചപ്പോൾ ഇവിടെ ഏകദേശം പല ആയിരിക്കുന്നാലും ബേപ്പൂരിൽ നിയമനിച്ചപ്പോൾ എന്തായാലും വിജയിക്കുന്നുള്ളൊരു ഇതുണ്ട് തീരുമാനം. ഇവിടെ അങ്ങാടിയിൽ മീൻ കച്ചവടം നടത്തുന്ന അഷ്റഫ് ബാബ് അല്ലേ? ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വന്നിരിക്കുക ഞങ്ങളെ കടന്റെ തൊട്ടടുത്ത് തന്നെ. എന്താവും വിധി പറഞ്ഞാൽ മൂപ്പരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മോശം അഭിപ്രായം പറയുന്ന ആളല്ല. എന്നാലും ഇത്രയും ധൈര്യം വേറെ ആർക്കും ഉണ്ടാവില്ല. നമ്മളെ തമിഴ്നാട് മത്സരിക്കുന്ന വിജയ്ക്ക് വരെ എത്ര ധൈര്യം ഉണ്ടാവില്ല. UDF കാരനാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ധൈര്യം സമ്മതിക്കണല്ലേ? ഇപ്പൊ കേട്ടില്ല എല്ലാവരും. നമ്മളിപ്പോ ഇവിടെ കുറെ ആളുകളോട് ചോദിച്ച് എന്താ സ്ഥിതി ചോദിച്ചപ്പോൾ ഓരോരുത്തർ 25,000 വോട്ടിന് അൻവർ ജയിക്കുന്നൊക്കെ പറയുന്നത്. അത് ആവേശമായിരിക്കും. കാരണം 28,000 വോട്ട്, 28,000-ന്റെ പുറത്ത് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം 2021 റിയാസിന് ഭൂരിപക്ഷം ഉണ്ട്. ആ 28,000 കണ്ട് മറി അടക്കാം. അതൊക്കെ കടന്നു പോകണ്ടേ? അപ്പോൾ 25,000 വോട്ടിന് അൻവർ ജയിക്കും, 30,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞവരുണ്ട്, 15,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആവേശമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു 6,000-10,000 വോട്ടിൻ്റെ ഒക്കെ ചോട്ടിലായിട്ട് ജയിക്കും എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മരുമോനിസം തകർക്കാൻ വേണ്ടിയിട്ട് അൻവർ ചോദിച്ചു വാങ്ങി പോകുന്ന സീറ്റാണ്. ഞാൻ ബേപ്പൂർ മത്സരിച്ചോളാം. ബേപ്പൂരത്തെ എല്ലാ കഥയും മൂപ്പർക്ക് അറിയാം. 10-45 കൊല്ലമായിട്ടവിടെ സഖാക്കൾ തന്നെയാണ് ഭരിക്കുന്നത്, ജയിക്കുന്നത്, സഖാക്കൾ തന്നെയാണ് ജയിക്കുന്നത് എന്നുള്ളതൊക്കെ അൻവറിനറിയാം. ഇപ്പം നിലവിൽ റിയാസിന് 28,000 ഭൂരിപക്ഷമുള്ളതൊക്കെ അൻവറിനറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ബേപ്പൂർക്ക് വന്ന് മരുമോനിസം തകർക്കാൻ, പിണറായിക്ക് തലവേദന ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു സർവേ ഒന്നും ചെയ്തതാണ്. ഇപ്പോൾ ഒരു പുതിയ സർവേ വന്നതിൽ പറയുന്നത് പിണറായി കഷ്ടിച്ച് ജയിക്കും, റിയാസ് തോൽക്കും. അത് മാറി വന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെയൊക്കെ പുറത്ത് വേറൊന്നുണ്ട്. വേറെ ചാനലിൽ ഇപ്പം ഒരു വാർത്ത കേട്ട് പിണറായിയും LDF-ഉം പന്തലിന് കരാർ കൊടുത്തണമല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള പന്തലിന് കരാർ കൊടുത്തു കഴിഞ്ഞു. കാരണം ജയം ഉറപ്പാണ്. 75 സീറ്റ് 80 സീറ്റിനുള്ളിലായിട്ട് LDF-ന് കിട്ടുമല്ലോ. എന്നിട്ട് പന്തൽ കെട്ടാനൊക്കെ കരാർ കൊടുത്തിരുന്നുള്ളൊരു വാർത്ത കേട്ടിപ്പോൾ നമ്മൾ. അപ്പോൾ എന്നിരുന്നാലും ഒരു 6,000-10,000 വോട്ടിനുള്ളിലൊക്കെ ആയിട്ട് അൻവർ ബേപ്പൂർ ജയിക്കുന്നില്ല തന്നെയാണ് നമ്മളെ വിശ്വാസം. ഇനി വേറൊന്നുണ്ട്. PT തോമസിൻ്റെ മണ്ഡലം തൃക്കാക്കര. അവിടെ ഉമാ തോമസ് മത്സരിച്ചപ്പോൾ അവിടെ പ്രവചനം നടത്തിയൊരു വ്യക്തിയുണ്ട്. അന്ന് അയാൾ പ്രവചനം നടത്തിയത് 25,010 വോട്ടിന് ഉമാ തോമസ് ജയിക്കുന്നു. 25,010 വോട്ടിന്. അപ്പോൾ ഞാനതൊരു കോമഡി ആയിട്ടാണ് കണ്ടത്. അപ്പം വോട്ടെണ്ണി നോക്കിയപ്പോൾ 25,016 വോട്ടാണ്.
16 17 വോട്ടൊക്കെയാണ് ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം. അയാളിപ്പോൾ ഒന്നുകാണ്ട് പറയുന്നുണ്ട് എന്ത്, നമ്മളെ ഒറ്റപ്പാലം CPM വിട്ടുപോയ PK ശശി UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം 18,000-ൽ പരം വോട്ടിന് ജയിക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. 2026 നടന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലം ഇലക്ഷന്റെ വളരെ ടൈറ്റാണ് എന്ന് എല്ലാ ജനങ്ങളും എല്ലാ വോട്ടർമാരും പറയുന്ന ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കുന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന്റെ വിജയ സാധ്യതകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതിനു മുന്നേ തൃക്കാക്കര ഇലക്ഷന്റെ പ്രഖ്യാപനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ കറക്റ്റായിരുന്നു. 6 വോട്ടിന്റെ ഡിഫറൻസാണ് ഉണ്ടായിരുന്നത്. തൃക്കാക്കര ഇലക്ഷന് ഉമാ തോമസും ജോർജ് ജോസഫാണ് മത്സരിക്കുന്നത്. ഉമാ തോമസ് UDFിനും ജോർജ് ജോസഫ് LDFിനായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഉമാ തോമസ് 25,010 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ 25,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് വിജയിച്ചത്. 6 വോട്ടിന്റെ ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോ ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് PK ശശിധരനാണ്. LDFിന്റെ പ്രേംകുമാറും BJPയുടെ മേജർ രവി. ഇവിടെ 11,665 വോട്ട് ഭൂരിപക്ഷത്തിൽ PK ശശിധരൻ വിജയിക്കും. മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോ അത് എന്റെ പ്രവചനം നല്ലൊരു പ്രവചനമായിരിക്കും. PK ശശിധരൻ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. 100%. എനിക്ക് കണക്ക് പഴക്കാറില്ല. കേട്ടില്ലപ്പകളെ. അപ്പം PK ശശി ഒറ്റപ്പാലത്ത് 18,000-ൽ പരം വോട്ടിന് ജയിക്കുന്ന പറയുന്നത് വലിയൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ലാത്തൊരു മണ്ഡലമാണത്. കാരണം ഒറ്റപ്പാലം പോലെ കോട്ടയാണ്. അപ്പോൾ അവിടെ PK ശശി വിമതനായിട്ട് നിന്ന് UDF വിന്നർ കൊടുക്കുകയാണ്, സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. ഏതായാലും എങ്ങട്ടാ ട്രെൻഡ് മാറിയാന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഒന്നൂക്കിൽ UDF 100, 110, 115 സീറ്റിനുള്ളിൽ കേരളത്തിൽ അധികാരത്തിൽ വരും. അതല്ലെങ്കിൽ ഒരു 70-75 സീറ്റ് നേടി LDF വരും. ആ കോലത്തിലപ്പം നിൽക്കുന്നത് നല്ല പ്രതീക്ഷയിലാണ് LDFും സഖാക്കളും CPMന്റെ നേതാക്കളും അതുപോലെ പിണറായി സഖാവും മന്ത്രിമാരൊക്കെ നല്ല ആത്മവിശ്വാസത്തിലാണ്. 70-75 MPയുടെ ഉള്ളിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അതേ സ്ഥാനത്ത് UDF ഒരു പക്ഷേ 80 സീറ്റ് അല്ലെങ്കിൽ 115 സീറ്റ് വരെ നേടി തൂത്തുപാടുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കാം. പൂരം അന്നാണല്ലോ, അന്ന് നമുക്ക് നോക്കാം. ഓക്കെ.